ദില്ലി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യമില്ല. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാറും NV അഞ്ജരിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറഞ്ഞത്. വിഷ്ണു തലവൂർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. വിഷ്ണു, 5 വർഷത്തിലേറെയായി വിചാരണയില്ലാതെ തടവിൽ കഴിയുന്നവരാണ്. ഇപ്പോൾ ജാമ്യം നിഷേധിച്ചുകൊണ്ട് സുപ്രീം കോടതി പറയുന്ന കാരണങ്ങൾ എന്തൊക്കെ? ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവന തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. നേരത്തെ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം അടക്കമുള്ളവർക്ക് ജാമ്യം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് 7 പേരുടെയും ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ഓരോരുത്തരുടെയും പങ്ക് വ്യത്യസ്തമായി തന്നെയാണ് നോക്കി കാണേണ്ടത് എന്നൊരു കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പമാണ് ഷർജീൽ ഇമാം, ഉമർ ഖാലിദ് എന്നിവർക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഇവർക്ക് എതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം ഈ 2 പേർക്കുമുള്ള ജാമ്യം ഇപ്പോൾ സുപ്രീം കോടതി നിശ്ചയിച്ചിരിക്കുകയാണ്. മറ്റ് 5 പേർക്ക്, ഗുൽസിഫ ഉൾപ്പെടെയുള്ള മറ്റ് 5 പേർക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതുകൊണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 5 പേരിൽ 2 പേരുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇപ്പോൾ നൽകാൻ തയ്യാറായിട്ടില്ല. അതിൽ തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള തെളിവുകൾ ഈ പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് UAPAയുമായി ബന്ധപ്പെട്ട കേസുകളാണ് ഇവർക്കെതിരെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന ചില ശക്തമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വിചാരണ തടവ് എന്ന് പറയുന്നത് അത് ഇത്തരത്തിൽ ആ ഒരു പ്രീ ഡിറ്റൻഷൻ എന്ന് പറയുന്നത് കുറ്റകരമായി കാണാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടിയാണ് സുപ്രീം കോടതി എന്തായാലും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവരുടെ ഒരു ജാമ്യാപേക്ഷ ജാമ്യം അനുവദിക്കാൻ സുപ്രീം കോടതിയുടെ 2 ബെഞ്ച് ഇപ്പോൾ അവർക്ക് ജാമ്യം നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗുൽസിഫ, മീരാൻ ഹൈദർ, സലീം ഖാൻ, ഷഫിയ, ഇവർക്ക് ഇപ്പോൾ സുപ്രീം കോടതി ചില ഉപാധികളോട് കൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏകദേശം 12ഓളം ഉപാധികളാണ് സുപ്രീം കോടതി ഇവർക്ക് ജാമ്യം അനുവദിക്കുമ്പോൾ. വിഷ്ണു, ഒരു ഘട്ടത്തിൽ UAPA ചുമത്തിയതിലെ സാങ്കത്യമടക്കം കോടതി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത്തരം വിവരങ്ങളിലേക്ക് എന്തെങ്കിലും കടക്കുന്നുണ്ടോ? അതോടൊപ്പം തന്നെയാണ് വിചാരണ ഇല്ലാതെ തടവിൽ കഴിയുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാമ്യം നിഷേധിക്കുമ്പോൾ വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരുന്നുണ്ടോ? അത്തരത്തിലൊരു വ്യക്തത സുപ്രീം കോടതി വരുത്തിയിട്ടില്ല. കാരണം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇത്തരം കേസുകളിൽ വിചാരണ നീളുന്നത് പ്രോസിക്യൂഷന്റെ ഇവരുടെ പരാജയമല്ല. ആ വിചാരണ നീളുന്നതും ഈ ജയിലിൽ കിടക്കുന്നതും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് സുപ്രീം കോടതി തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയത്. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശദമായിട്ട് ഉള്ള, അതായത് ഈ ഒരു കേസിൽ പ്രതികളായിട്ടുള്ള ഓരോ ആളുകളുടെയും പങ്ക് വ്യത്യസ്തമായിട്ടാണ് പരിഗണിക്കേണ്ടത് എന്നതാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. ഈ 7 പേരുടെയും ജാമ്യാപേക്ഷ ഒരുമിച്ച് പരിഗണിക്കാൻ കഴിയില്ല. കാരണം ഓരോ പ്രതികളും, പ്രതിപട്ടികയിലുള്ള ഓരോ ആളുകളും ഏതൊക്കെ തലത്തിലാണ് ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പങ്കാളികളായിട്ടുള്ളത്, ഇവർക്കെതിരെയുള്ള കുറ്റങ്ങൾ എന്താണ് എന്നുള്ളത് പ്രത്യേകം വിശദമായി കേൾക്കേണ്ട ഒരു കാര്യമാണ് എന്നതാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിലാണ് ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം ഈ 2 പേരെ വെച്ച് മറ്റ് 5 പേർക്കും സുപ്രീം കോടതി ജാമ്യം അനുവദിക്കാൻ തയ്യാറായിരിക്കുന്നത്. അതിൽ തന്നെ ജാമ്യം അനുവദിക്കുമ്പോൾ വലിയ തലത്തിലുള്ള കർശന ഉപാധികൾ കൂടി സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ഏകദേശം 12ഓളം കണ്ടീഷൻസ് ആണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും തലത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഉപാധികൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജാമ്യാപേക്ഷ അപ്പോൾ തന്നെ റദ്ദാക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ശരി, ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നിഷേധിക്കുകയാണ് സുപ്രീം കോടതി. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു തലവൂർ.